ഹായ് ആൻഡ് ഹലോ, വെൽക്കം ടു റിലീഫ് ദ മൈൻഡ്. അവസാനം നടന്ന ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് മത്സരത്തിൽ നൈറ്റ് വാച്ചറുടെ റോളിൽ വന്ന ആകാശ് ദീപ് പുറത്താകുമ്പോൾ 66 റൺസ് ആളുടെ പോക്കറ്റിലുണ്ടായിരുന്നു. ഇതാദ്യമായിട്ടല്ല ടെസ്റ്റ് ക്രിക്കറ്റിൽ നൈറ്റ് വാച്ച്മാനായി എത്തിയ ഒരു താരം ബാറ്റിംഗിൽ തിളങ്ങുന്നത്. ടെസ്റ്റ് ചരിത്രത്തിൽ സെഞ്ചുറിയന്മാരായ നൈറ്റ് വാച്ചർമാർ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. എന്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രിപ്ഷൻ വളരെ കുറവാണ്, അതുകൊണ്ടാണ്. ടെസ്റ്റ് ക്രിക്കറ്റിൽ ഒരു ദിവസത്തെ കളി അവസാനിക്കാൻ ഏതാനും ഓവറുകൾ മാത്രം ശേഷിക്കെ ബാറ്റിംഗ് ടീമിന് വിക്കറ്റ് നഷ്ടപ്പെട്ടാൽ മുൻനിര ബാറ്റർക്ക് പകരം ഇറക്കിവിടുന്ന ബലിയാടുകളാണ് പൊതുവെ നൈറ്റ് വാച്ചർമാർ. അങ്ങനെ പറയാറുണ്ട്. ഇത്തരത്തിൽ രണ്ടാം ദിനം കളി തീരാൻ മിനിറ്റുകൾ ശേഷിക്കെ ഇന്ത്യക്ക് വിക്കറ്റ് നഷ്ടപ്പെട്ടപ്പോൾ ക്രീസിലെത്തിയതായിരുന്നു ആകാശ് ദീപ്. എന്നാൽ മൂന്നാം ദിനം ആകാശ് ഗ്രൗണ്ടിൽ നിന്ന് മടങ്ങുമ്പോൾ തന്റെ ടെസ്റ്റ് കരിയറിലെ കന്നി അർദ്ധ സെഞ്ചുറി നേട്ടവും ഒപ്പമുണ്ടായിരുന്നു. അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്ന പേര് ജെയ്സൺ ഗില്ലസ്പിയുടേതാണ്. നൈറ്റ് വാച്ചർമാരുടെ ചക്രവർത്തി എന്ന് വിശേഷിക്കപ്പെടാൻ പറ്റിയ താരമാണ് ഇയാൾ. ഓസ്ട്രേലിയൻ പേസർ ജെയ്സൺ ഗില്ലസ്പി ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രത്തിൽ നൈറ്റ് വാച്ച്മാനായി എത്തി ഇരട്ട സെഞ്ചുറി നേടിയ ഏകതാരം. 2006 ബംഗ്ലാദേശിനെതിരെയായിരുന്നു ഗില്ലസ്പിയുടെ ഐതിഹാസിക ഇന്നിങ്സ്. മത്സരത്തിന്റെ രണ്ടാം ദിനം അവസാനിക്കാനിരിക്കെ ഓസ്ട്രേലിയയ്ക്ക് ഓപ്പണർ മാത്യു ഹേഡനെ നഷ്ടമായപ്പോൾ നൈറ്റ് വാച്ച്മാനായിട്ടാണ് ഗില്ലസ്പി ക്രീസിലെത്തുന്നത്. അവിടുന്നാണ് അദ്ദേഹം ഡബിൾ സെഞ്ചുറി നേടിയത്. അടുത്തത് ഞാൻ പറയാൻ പോകുന്നത് മാർക്ക് ബൗച്ചറാണ്. ഒരു മധ്യനിര ബാറ്ററായ ദക്ഷിണാഫ്രിക്കൻ വിക്കറ്റ് കീപ്പർ മാർക്ക് ബൗച്ചർ പലപ്പോഴും നൈറ്റ് വാച്ച്മാനായിട്ട് ക്രീസിലെത്താറുണ്ട്. ഇതിൽ 2 തവണ സെഞ്ചുറിയുമായിട്ടാണ് ബൗച്ചർ ക്രീസ് വിട്ടിട്ടുള്ളത്. ആദ്യത്തെ സെഞ്ചുറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1999 സിംബാബ്വെക്കെതിരെ നടന്ന മത്സരത്തിൽ. അന്ന് ടോപ്പ് ഓർഡറിൽ ജോൺ ഡി റൂട്ട്സിൻ്റെ വിക്കറ്റ് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം പകരക്കാരനായിട്ട് ബാറ്റിങ്ങിനെത്തിയത്. അന്ന് 125 റൺസാണ് ബൗച്ചർ നേടിയത്. അതേ വർഷം ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റിലും നൈറ്റ് വാച്ച്മാനായിട്ട് ബൗച്ചർ 2ാം തവണയും സെഞ്ചുറി അടിക്കുകയുണ്ടായി. അടുത്തത് ടോണി മാനാണ്. 1977 പെർത്തിൽ നടന്ന ഇന്ത്യ ഓസ്ട്രേലിയ ടെസ്റ്റിൽ 4ാം ദിവസം നൈറ്റ് വാച്ച്മാനായി എത്തിയ ഓസീസ് ലെഗ് സ്പിന്നർ ടോണി മാൻ 5ാം ദിനം മടങ്ങിയത് 105 റൺസുമായിട്ടാണ്. 2ാം ഇന്നിംഗ്സിൽ ഇന്ത്യ മുന്നോട്ട് വെച്ച 339 റൺസ് വിജയലക്ഷ്യം ടോണിയുടെ വെടിക്കെട്ട് സെഞ്ചുറിയുടെ പിൻബലത്തിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ ഓസ്ട്രേലിയ മറികടക്കുകയും ചെയ്തിരുന്നു. അടുത്ത നമ്മുടെ ഇന്ത്യൻ താരമാണ് സയ്യിദ് കിർമാനി. നൈറ്റ് വാച്ച്മാൻ്റെ റോളിൽ ആദ്യമായിട്ടും അവസാനമായിട്ടും പറയാം സെഞ്ചുറി കുറിച്ച ഇന്ത്യൻ താരം സയ്യിദ് കിർമാനിയാണ്. 1979 ഓസ്ട്രേലിയക്കെതിരെ മുംബൈയിൽ നടന്ന ടെസ്റ്റ് മത്സരത്തിലായിരുന്നു കിർമാനിയുടെ മാസ്റ്റർ ക്ലാസ് ഇന്നിങ്സ്. 1ാം ഇന്നിംഗ്സിൽ സുനിൽ ഗവാസ്കർ പുറത്തായതിന് പിന്നാലെയാണ് നൈറ്റ് ബാറ്റ്സ്മാന്റെ റോളിൽ സയ്യിദ് കിർമാനി എത്തുന്നത്. പുറത്താകാതെ 101 റൺസാണ് അന്ന് അദ്ദേഹം നേടിയത്. ഇനി ഞാൻ പറയുന്നത് ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രത്തിലെ നൈറ്റ് ബാറ്റ്സ്മാനായി എത്തി സെഞ്ചുറി നേടിയ ആദ്യ താരത്തിന്റെ റെക്കോർഡ് നേടിയ നാസിം ഉൽ ഖനിയുടേതാണ്. പാകിസ്ഥാന്റെ നാസിം ഉൽ ഖനി 1962 ലോർഡ്സിൽ നടന്ന മത്സരത്തിൽ ഇംഗ്ലണ്ടിനെതിരെയായിരുന്നു ഖനിയുടെ സെഞ്ചുറി പ്രകടനം. 101 റൺസാണ് അദ്ദേഹം അന്ന് നേടിയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.